ഗായ്സ്, അങ്ങനെ നമ്മൾ JJK സീസൺ 3യുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കും കൂടി ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഡിസ്കോഡ് ചാനലും ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ 8ാമത്തെ എപ്പിസോഡിലെ ലാസ്റ്റിൽ ഹേജി പറഞ്ഞെടുത്തു നിന്നാണ് എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. ഇനി ഞാൻ പറയുന്നത് നീ ഓർത്തു വെച്ചു. അവസാനം ഏറ്റവും സ്ട്രോങ്ങറായി അവനെ വിശേഷിക്കുമ്പോൾ കെഞ്ചാക്ക് ഈ ഗെയിമിലേക്ക് ഒരു ബോംബിടും. അങ്ങനെ കള്ളിങ് ഗെയിമിൻ്റെ പർപ്പസും ഫുൾഫില്ലാവും. പക്ഷേ എന്ത് തരം ബോംബാണ് അയാൾ ഇടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഉടനെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ്ങറായ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും പോയിന്റ്സ് കൂട്ടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മെഗുമി, പക്ഷേ ഈ പെണ്ണത്രയ്ക്ക് സ്ട്രോങ്ങറാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ നിന്നെപ്പോലുള്ള പ്ലേയേഴ്സിനെ ഇങ്ങോട്ടേക്ക് വരുത്തുവാനായി ഞാൻ ഏർപ്പാടാക്കിയതാണെന്ന് പറയുന്നു. അതിൽ നല്ലത് ഇവളെ അങ്ങ് കൊന്ന് ആ പോയിന്റ്സ് ഇങ്ങ് എടുക്കുന്നതല്ലേ എന്ന് മെഗുമി ചോദിക്കുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് റെജി പറയുന്നു. അപ്പോഴേക്കും ഇത് കേട്ട റെമി, റെജിയാണ് എൻ്റെ ട്രൂ നൈറ്റ്. ഞാൻ അയാളെ സെർവ് ചെയ്യുന്നിടത്തോളം കാലം അയാൾ ഒരിക്കലും എന്നെ കൊല്ലില്ല. പക്ഷെ അത് വെറും ഒരു മണ്ടത്തരമാണെന്ന് മെഗുമി പറയുന്നു. ശേഷം അവൻ റെജിയുടെ ഗ്രൂപ്പിലുള്ളവരുടെ പോയിന്റ്സ് എല്ലാം ചേർത്താൽ 100 പോയിന്റ്സോളം എത്തുമോ എന്ന് ചോദിക്കുന്നു. എത്തുമെന്ന് റെജി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ പ്ലേയേഴ്സിന് അവരുടെ പോയിന്റ്സ് തമ്മിൽ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാമെന്നൊരു റൂൾ ആഡ് ചെയ്യപ്പെടും. ആയതിനാൽ നിങ്ങളുടെ പോയിന്റ്സ് എല്ലാം മര്യാദയ്ക്ക് ഇനി ഹാൻഡ് ഓവർ ചെയ്തോ, അല്ലെങ്കിൽ കാര്യങ്ങൾ വെറുതെ വഷളാകും. പക്ഷെ റെജി ആ ഡീൽ ഡിനൈ ചെയ്യുന്നു. അതേസമയം പെട്ടെന്ന് മെഗുമി അറ്റാക്ക് ചെയ്യാൻ അവരുടെ കൂട്ടത്തിലുള്ള ചിസുറു ഹരി എന്നൊരു പ്ലെയർ വരും. പക്ഷേ അവൻ തന്റെ ഷാഡോ പവർ യൂസ് ചെയ്ത് അയാളെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേസമയം അവൻ്റെ ഡോഗ് റെജിയും അറ്റാക്ക് ചെയ്യാനായി പോകും. അപ്പോൾ മെഗുമി റെമിയെ തന്റെ കൺമുന്നിൽ ഇനി കണ്ടേക്കരുതെന്ന് പറയുന്നു. അതേസമയം അവൻ്റെ ഡിവൈൻ ഡോഗിനെ റെജി 2 കിച്ചൺ നൈഫ് യൂസ് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ റെജി പറയുന്നു, ഓ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്തുകൊണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന്. അപ്പം ഞങ്ങളുടെ പോയിന്റ്സ് കിട്ടാതെ നിനക്ക് ഞങ്ങളെ കൊല്ലാൻ സാധിക്കില്ലല്ലേ? അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ അങ്ങനെയാണ് നീ ഇനി ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നീ മരിച്ചു കഴിഞ്ഞാൽ അതേപ്പറ്റി ഓർത്ത് റിഗ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ സമയം ഒരു കണ്ണ് വന്ന് മെഗുമിയുടെ അടുത്തുനിന്ന് ബ്ലാസ്റ്റ് ആവും. അതവരുടെ ഗ്രൂപ്പിലെ മറ്റൊരു പ്ലെയറിന്റെ അറ്റാക്ക് ആയിരുന്നു. ഇവന്റെ പേരാണ് ഇയോരി ഹസനുക്കി. ഒരു എലൈറ്റ് മോഡേൺ പ്ലെയർ പെടുന്ന ആളാണ് ഇയോരി. സ്വന്തം ബോഡി പാർട്സ് എടുത്ത് അത് പ്രൊജക്ടൈൽസായി യൂസ് ചെയ്ത് അതിനവൻ്റെ കമാൻഡിനനുസരിച്ച് എക്സ്പ്ലോഡ് ചെയ്യിച്ചാണ് ഇയോരി അയാളുടെ അറ്റാക്ക് നടത്തുന്നത്. അങ്ങനെ അവൻ്റെ അറ്റാക്കിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട മെഗുമിയെ പെട്ടെന്ന് റെമി വന്ന് അവളുടെ സ്കോർപ്പിയോന്റെ വാല് പോലെ ഇരിക്കുന്ന മുടി വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ മെഗുമി അവളുടെ കുത്തിന് പിടിച്ച് വലിച്ച് താഴേക്കിട്ട ശേഷം ഇനി നിനക്ക് മതിയായോ എന്നവൻ ചോദിക്കുന്നു. അപ്പോഴേക്കും കുറച്ച് പേപ്പർ കത്തി മെഗുമിക്ക് നേരെ പോകുന്നതും കാണിക്കുന്നു. ഇത് റെജിയുടെ കോൺട്രാക്റ്റ് റിക്രിയേഷൻ എന്ന ടെക്നിക്കാണ്. അതായത് ഒരു റെസിപ്റ്റിൽ അല്ലെങ്കിൽ ആ പേപ്പറിൽ അയാൾ എന്ത് എഴുതിയിട്ടുണ്ടോ അതിനെ കേസവഞ്ചി വെച്ച് ബേൺ ചെയ്യിക്കുന്നതിലൂടെ ആ കോൺട്രാക്റ്റിനെ അയാൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ആ റെസിപ്റ്റിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് പിന്നെ റിയാലിറ്റി ആവും. അതാണ് റെജിയുടെ ടെക്നിക്ക്. അങ്ങനെ റെജി അപ്പോൾ വെച്ച റെസിപ്റ്റിൽ പെട്രോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് മെഗുമിയുടെ ദേഹത്ത് തെറിക്കുകയും ഉടനെ തന്നെ ഈ ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം റെജി ഒരു ഡോർ തുറന്നു വന്ന് അവൻ ചത്തോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇയോരിയും അവനും റെജിയെ പോലെ കറക്റ്റ് സമയം ഡോറിനുള്ളിൽ കയറി ഒളിച്ചെന്ന് പറയുന്നു. അങ്ങനെ മെഗുമിയുടെ റൂമിനകത്ത് നിന്ന് എണീറ്റ് വരുന്നതും കാണിക്കുന്നു. അപ്പോൾ അവൻ്റെ കൂടെ റെമിയും ഉണ്ടായിരുന്നു. മെഗുമിയായിരുന്നു അവളെ രക്ഷിച്ചത്. അങ്ങനെ അവൾക്കിപ്പോൾ മനസ്സിലായോ അവർ അവളെപ്പറ്റി കെയർ ചെയ്യുന്നേയില്ല എന്ന കാര്യം മെഗുമി അവളോട് ചോദിക്കുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ അവൻ അവളോട് പറയുന്നു. പക്ഷെ പെട്ടെന്ന് റെമി അവൻ്റെ പുറകിൽ നിന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഞെട്ടിയ മെഗുമിയോട് അവൾ പറയുന്നു, എന്നാൽ നീ എനിക്ക് വാക്കുതാ. രജീസമ്മ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും അയാൾക്ക് എന്നെ ഇഷ്ടമായെന്നും മുന്നേ എന്നോട് പറഞ്ഞതാ. അതുപോലെ നീയും എൻ്റെ നൈറ്റായി നിൽക്കാമെന്ന് എനിക്ക് വാക്കുതാ. അപ്പോൾ മെഗുമിക്ക് അവൾ ചോറ് വർത്താനം കേട്ടിട്ട് അവളെ കൊല്ലണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്നു. അങ്ങനെ മെഗുമി ഇവളെ പോലുള്ളവർക്ക് വെറുതെ വായ്ത്താളം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അതേസമയം ഹരി എന്ന പ്ലെയർ അവൻ്റെ അടുത്തേക്കും വരുന്നു. പെട്ടെന്ന് കൊഗനെ വന്ന് ഹിഗ്രൂം ആഡ് ചെയ്ത റൂളും വായിക്കുന്നു. ശേഷം പെട്ടെന്ന് തന്നെ അവർ ഫൈറ്റിലേക്കും കിടക്കുന്നു. അങ്ങനെ മെഗുമി മാക്സ് എലിഫന്റിനെ സമ്മൺ ചെയ്ത് ഹരി ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. ശേഷം അവൻ തൻ്റെ സോഡ് വെച്ച് അയാളെ അറ്റാക്കും ചെയ്യുന്നു. അങ്ങനെ താഴെ വീണ് ബീറ്റണായ ഹരിയുടെ അടുത്തേക്ക് ചെന്ന മെഗുമി ഒന്നും നോക്കാതെ തന്നെ സോഡ് വെച്ച് അയാളുടെ തലയങ്ങ് വെട്ടുന്നു. അപ്പോൾ പെട്ടെന്ന് മെഗുമി താൻ എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നു. എനിക്കിനിയും ഒരുപാട് പോയിന്റ്സ് ആവശ്യമുണ്ട്. പക്ഷേ എൻ്റെ പേഷ്യൻസ് ഞാൻ കൈവിടരുത്. എൻ്റെ കൂടെയുള്ളവർ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇവരുടെ പോയിന്റ്സിൽ ആകർഷണമാവാതെ തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം. അങ്ങനെ കൊഗനെ വന്ന് ആ പ്ലെയറെ കൊന്നതിൻ്റെ 5 പോയിന്റ്സ് അവന് നൽകുന്നു. ഇതേസമയം റെജി അവൻ്റെ കേസ് ടെക്നിക്ക് പോലും യൂസ് ചെയ്യാൻ ടൈം കൊടുക്കാതെ അവനെ കൊന്നു കളഞ്ഞത് കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് അയാളും ഇയോരിയും താഴേക്ക് വരുന്നു. അങ്ങനെ മെഗുമി ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് ആലോചിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് ഇയോരി അവൻ്റെ മേലൊരു പല്ലെടുത്തെറിയുന്നു. അങ്ങനെ അത് എക്സ്പ്ലോഡ് ചെയ്യാൻ വന്നപ്പോഴേക്കും പെട്ടെന്നൊരു പ്ലെയർ അങ്ങോട്ടേക്ക് കയറി വന്ന് ആ അറ്റാക്കിനെ നേരിടുക എന്നൊക്കെ പറഞ്ഞാൽ ആ അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഫുൾ എഫക്റ്റും അയാൾക്ക് കിട്ടുന്നു. അങ്ങനെ അവിടെ മെയിൻ ആവാൻ നോക്കി അയാൾ സംസാരിക്കുന്നു.
രണ്ടുപേർ ചേർന്ന് ഒരുത്തരോട് ഫൈറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ളൊരു കാര്യമില്ല. അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് കോവേഡ്സ് എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവന്മാരുടെ അറ്റാക്കൊന്നും എൻ്റെ അടുത്ത് വർക്കുമാവില്ല. സംശയമുണ്ട് നോക്കിക്കോ, കണ്ടില്ലേ, 0 ഡാമേജ്. പക്ഷെ ആക്ച്വലി അയാളുടെ തലപൊട്ടി ബ്ലഡ് ചീറ്റുന്നുണ്ടായിരുന്നു. അത് കണ്ട് മിഗിമിയും ബാക്കി രണ്ടുപേരും എന്ത് പറയണമെന്നറിയാതെ അയാളെ മൈൻഡ് ചെയ്യാത്ത പോലെ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ എപ്പിസോഡ് 3യുടെ ലാസ്റ്റിൽ കണ്ട ഫുമിഹിക്കോ തക്കബ എന്ന കൊമേഡിയൻ കള്ളിംഗ് ഗെയിം പ്ലെയറായി എൻ്റർ ചെയ്യുന്നു. എടാ മോനെ, ഇനി നീ പേടിക്കണ്ട. നിന്നെ രക്ഷിക്കാനാണ് ഈ 35 വയസ്സുള്ള ഈ മാമൻ, അല്ല ഈ ചേട്ടൻ വന്നിരിക്കുന്നത്. എനിക്കാണെ ആളുകളുടെ ഫേസ് കണ്ടാലേ അറിയും അവർ നല്ലവരാണോ ചീത്ത ആളുകളെ. എന്താ, നിന്നെ കാണാനും ഒരു ബാഡ് ഗായ് പോലെയുണ്ട്. അതെന്തേലും ആവട്ടെ, ഞാൻ പണ്ട് സ്കൂളിൽ ചെയ്തിരുന്ന പോലെ ഇവിടെ നിന്നെ രക്ഷിക്കാം. അപ്പോൾ മെഗിമി അയാളെ തൽക്കാലത്ത് തന്നെ വിശ്വസിക്കാമെന്ന് വിചാരിക്കും. അപ്പോഴേക്കും ബാക്കി രണ്ടുപേർക്കും ഡൗട്ട് തോന്നി, ഇയാൾ പാസ്റ്റിൽ നിന്ന സോഴ്സറാണോ അതോ മോഡേൺ സോഴ്സറാണോ എന്ന് ചോദിക്കും. ഞാൻ ഫണ്ണിയാണോ അതോ അല്ലയോ എന്നല്ല നീ ഉദ്ദേശിച്ചത്, അതെനിക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അല്ല അതല്ല, നിങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇതെന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച വ്യക്തി ഇടാറുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ കോസ്റ്റ്യൂം ഞാൻ അയാൾക്ക് നൽകുന്ന ആദരവാണ്. അതിനാൽ തന്നെ എൻ്റെ തമാശയും അതുപോലെ കിടിലമാണ്. നിനക്ക് സംശയമുണ്ടെങ്കിൽ ഇതാ എനിക്കിപ്പോൾ തോന്നിയ ഒരു കിടിലൻ തമാശ. നിനക്കിത് താങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഇന്ന് പിടിച്ചു. അങ്ങനെ അവർ അവനെന്തോ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവാണെന്ന് കരുതി അവർ ഫൈറ്റിനായി ഒരുങ്ങി നിന്നപ്പോഴേക്കും പെട്ടെന്ന് തക്കബ, നിന്നെ എൻ്റെ വൈഫൈ ആയിട്ട് കാണാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന ലോകത്തിലെ ഏറ്റവും ചീഞ്ഞ കോമഡി തക്കബ അവിടെ അടിക്കുന്നു. ഇത് കേട്ട് ലിറ്ററലി ഈ മാപ്പയുടെ ആനിമേറ്റേഴ്സ് വരെ പണി മതിയാക്കി വീട്ടിൽ പോയി. അതുകൊണ്ടാണ് ഈ സീൻ ചുമ്മാ കുത്തി വരച്ച പോലെ ഇരിക്കുന്നത്. എൻ്റെ ആ തമാശ ഏറ്റില്ലെന്ന് തോന്നില്ലേ? എന്നാലും അവർക്കാർക്കും നിങ്ങൾക്കും ഹ്യൂമർ സെൻസ് ഇല്ല എന്ന് പറഞ്ഞ തക്കബ ചാടി വന്ന് ഇവരുടെ ഫേസിലേക്ക് ഒരു ചവിട്ട് വെച്ച് കൊടുക്കും. അതേസമയം റെജി ഇവൻ വളരെ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കും. അങ്ങനെ തക്കബ താൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വലിയ ഗുണ്ടയായിരുന്നു എന്നൊക്കെ പറയും. ഇതേസമയം മെഗിമി റെജി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ റെജി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എങ്കിലും മെഗിമി തക്കബയോട് നമുക്ക് രണ്ടായി തിരിഞ്ഞ് ഇരുവരെയും അറ്റാക്ക് ചെയ്യാമെന്ന് പ്ലാൻ ഇടുന്നു. പക്ഷെ തക്കബ അവൻ്റെ അടുത്ത് നിന്ന് തലയാട്ടുന്നത് കണ്ട് മെഗിമിക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ കൊഗനെ വിളിച്ച് ഹിഗ്രുമയുടെ സ്റ്റാറ്റസ് കാണിക്കാനായി പറയും. അങ്ങനെ ഇറ്റാദൂരെയാണ് ആ റൂൾ ആഡ് ചെയ്തതെന്ന് മനസ്സിലായ മെഗിമി തൻ്റെ ഈ കോളനിയിലെ വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവരെ താൻ വെറുതെ വിടാമെന്ന് പറയുന്നു. പക്ഷെ റെജിയും ഹരി അവൻ കൊന്നതിൻ്റെ പോയിന്റ്സ് തനിക്ക് തിരിച്ചു വേണമെന്ന് പറയുന്നു. അങ്ങനെ മെഗിമി തക്കബയോട് അയാൾ ആ ബോബ് മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചെങ്കിൽ അതിന് മുമ്പായി അവൻ്റെ പോയിന്റ്സ് എല്ലാം വാങ്ങിയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ തക്കബ, ശരിടാ മോനെ, നിന്റെ ആ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈയൊരുടെ ഫൈറ്റിനായി തക്കബ ചെല്ലുന്നു. ഈയൊരു തൻ്റെ ബോഡി പാർട്സ് എല്ലാം എടുത്ത് അയാളുടെ മേൽ എറിഞ്ഞപ്പോഴേക്കും തക്കബ അതെല്ലാം ഒരു ചൂല് വെച്ച് അടിച്ച് തെറിപ്പിക്കുന്നു. ശേഷം ഈയൊരുടെ ഫേസിലേക്കും അയാൾ അത് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ലോകത്തിലെ മോസ്റ്റ് ഡേഞ്ചറസും കക്കാഷിയുടെ സ്പെഷ്യൽ ടെക്നിക്കുമായ 1000 years of death അയാൾ യൂസ് ചെയ്യുന്നു. ശേഷം അവനെ പിന്നെയും കിക്ക് ചെയ്തിരുന്നു. ഇത് കണ്ട മെഗിമി അയാൾ തൻ്റെ ഓപ്പോണൻ്റ് ആവാതിരുന്നത് എൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്നു. അത് കേട്ട് ഹാപ്പിയായ തക്കബ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട റെജി, ആ കോമഡിക്കാരൻ്റെ കാര്യം പോക്ക, ഈ ഒരു സീരിയസ് ആയുള്ള അവസ്ഥ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ താൻ സ്വന്തം കാര്യം ഓർത്ത് ബേജാറായാൽ മതിയെന്ന് ഫുഷിഗുരോ പറയുന്നു. ശേഷം അവൻ ന്യൂവിനെ സമ്മൺ ചെയ്യുന്നു. അങ്ങനെ റെജി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും ശ്രമിക്കുന്നു. പക്ഷെ റെജി തൻ്റെ ടെക്നിക്ക് മാസ്റ്റർ ചെയ്തിരുന്നതിനാൽ അയാൾ വളരെ കൂളായി അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ മെഗിമി തൻ്റെ റാബിറ്റ്സിനെ യൂസ് ചെയ്ത് ഒരു ബിൽഡിങ്ങിനെ പൊളിച്ചെടുത്ത് അയാളുടെ മേലെറിയുന്നു. എന്നാൽ റെജി ഒരു പള്ളിക്കകത്ത് കയറി രക്ഷപ്പെടുന്നു. അങ്ങനെ അയാൾ അവിടെ വെച്ച് വേറൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് യൂസ് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ 3 days 3 nights കൂടെ ഓയിൽ ട്രീറ്റ്മെൻറ്റും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 5 star ഹോട്ടലിലെ റെസീപ്റ്റ് ആയിരുന്നു അത്. അങ്ങനെ ആ റെസിപ്റ്റ് യൂസ് ചെയ്തപ്പോൾ റെജിയുടെ ബോഡി റിഫ്രഷ്ഡ് ആയി ഫുൾ എനർജിയോടെയാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ മെഗിമിയുടെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ താൻ ഇപ്പോൾ എക്സോസ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കിയ മെഗിമി അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. പക്ഷേ റെജി അത് കണ്ടതും നേരെ 2 ഡ്രോൺ അവനെ ഫോളോ ചെയ്ത് വിട്ട ശേഷം ഒരു സ്കൂട്ടർ എടുത്ത് പുറകെ വെച്ച് പിടിക്കുന്നു. അങ്ങനെ അയാളെ അവനൊരു ജിംനേഷ്യത്തിലേക്ക് എത്തിക്കുന്നു. റെജിക്ക് ഇവനോട് രക്ഷപ്പെട്ട് കയറിയതാണോ അതോ തന്നെ പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡൗട്ട് അടിക്കുന്നു. പക്ഷെ എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ തന്നെ അയാൾ തീരുമാനിക്കുന്നു. ശേഷം അയാൾ അവനോട് ശരിക്കും എന്താണ് അവൻ പ്ലാൻ ചെയ്തതെന്ന് ചോദിക്കുന്നു. പക്ഷെ മെഗിമി അയാളും എന്തോ സെറ്റപ്പൊക്കെ നടത്തിയിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് 2 ട്രക്ക് അവൻ്റെ നേരെ വരുന്നു. പക്ഷെ മെഗിമി കഷ്ടിച്ച് അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു. എങ്കിലും അയാൾ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മെഗിമിയുടെ കയ്യിൽ ഒരു നൈഫ് കുത്തി കയറുന്നു. അങ്ങനെ മെഗിമി ബീറ്റണായെന്ന് വിചാരിച്ച റെജി, ശരി ഇനി മതിയാക്കിക്കോ നിന്റെ കളി, നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എനിക്കിത് ചോദിക്കാനും തോന്നില്ല, എങ്കിലും അങ്ങ് ചോദിക്കുക, മര്യാദയ്ക്ക് നിന്റെ പോയിന്റ്സ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്കൊരു ഈസി ഡെത്ത് നൽകാം. ഭാര്യ ടെക്നിക്ക് യൂസ് ചെയ്യാൻ വളരെ പാടാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്കൊരു ആർട്ടിഫിഷ്യൽ സ്പേസ് റിയാലിറ്റിക്ക് മീതെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ ഇല്ല, ഒരിക്കലുമില്ല, ഈ ജിംനേഷ്യത്തെ എൻ്റെ ഡൊമൈനായി യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇവൻ ആ ടെക്നിക്ക് വരെ യൂസ് ചെയ്യാൻ അറിയുമായിരുന്നു. അങ്ങനെ മെഗ്മി അവൻ്റെ ഡൊമൈൻ അവിടെ ഡിപ്ലോയ് ചെയ്യുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് 10 അവസാനിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഡിസ്കൗണ്ട് കാര്യം മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.